അസ്സലാമലൈക്കും. അപ്പം നമ്മൾ ഇന്നലെ ഇട്ടതിൻ്റെ വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം നല്ലതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡൊക്കെ നമുക്ക് ചെറിയ ചെറിയ രീതിക്ക് കുറച്ച് ക്രീം എടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് വരണം. അപ്പം ഈ ക്രീം തേക്കുന്ന സമയത്ത് നല്ല രീതിക്കൊന്ന് പ്രസ് ചെയ്തിട്ട് തേക്കാൻ പാടില്ല, ജസ്റ്റ് മാത്രം ഒന്ന് തേച്ച് കൊടുക്കാവും. ആ സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഗ്യാപ്പുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അതിൻ്റെ സൈഡിൽ നമുക്ക് ക്രീം കൊണ്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ കൊണ്ട് ഇങ്ങനെ ഒന്ന് വഴിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ ഒന്ന് നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ മുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. ആ ഭാഗം നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെറുതായിട്ടൊന്ന് നല്ല രീതിക്കൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും നോക്കണം കേട്ടോ. അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും ഇടയ്ക്ക് എന്തെങ്കിലും ക്രീമിന് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ നല്ലൊരു തേച്ചിട്ട് ഇതുപോലത്തെ സ്പാച്ചുലർ കൊണ്ട് ഈ സൈഡ് ഫുള്ളും നമുക്കൊന്ന് നീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രാപ്പറുണ്ട്, സൈഡിൽ ജസ്റ്റ് ഒരു ഡിസൈൻ വർക്ക് കൊടുക്കാം ഇതുപോലെ. അതിനുശേഷം സൈഡ് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷാണ്. അപ്പം ഇത് വന്നിട്ട് 1/4 കപ്പ് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ നമ്മുടെ വിപ്പിംഗ് ക്രീമും ചേർത്തതിന് ശേഷം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ സൈഡിൽ ഫുള്ളും നമുക്കിത് ഇതുപോലെ ഡ്രിപ്പിംഗ് ചെയ്യുന്ന രീതിക്ക് ഒരു ഇത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ വർക്കാണ്. അത് നമ്മുടെ ഈ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ സെൻറ്ററിലോട്ട് വരണം കേട്ടോ. അപ്പോൾ കാണാൻ പ്രത്യേക വേറൊരു ഭംഗി നമുക്കതിൽ കിട്ടും. പിന്നെ സ്റ്റാർ നോസിലിൽ കുറച്ച് ക്രീം എടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗം ഇതുപോലത്തെ ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്കിനി പേരെഴുതി കൊടുക്കണം. അപ്പോൾ ഞാൻ ക്രീം കൊണ്ടാണ് കേട്ടോ പേരെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് നമ്മുടെ ഫോണ്ടൻ്റ് ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാറും കുറച്ച് ഫ്ലവറും പോലെ നമ്മുടെ ഗോൾഡൻ ഫോണ്ടൻ്റാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഷുഗർ ബോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.